പിന്നെ ഒരു പക്ഷേ അയാൾ വെളിയിലിറങ്ങുമ്പോൾ അതിലും നല്ലതൊന്ന് കണ്ടാൽ ഞാൻ പെണ്ണ് കിട്ടിയപ്പോൾ എങ്ങോട്ടാ നോക്കിയത് എന്ന് സ്വാഭാവികമായിട്ട് തോന്നൽ അതൊരു സ്വാഭാവികത മാത്രമാണ്. എങ്കിൽ അത്തരം ഒരു ടെൻഷനൊന്നും സ്വർഗത്തിലില്ല. എല്ലാവരുടെ ഭാര്യമാരും ഒരേ രൂപത്തിൽ, എല്ലാവരുടെ ഭാര്യമാരും സുന്ദരികൾ. ഖാസിറാത്തു തർഫ്, നിങ്ങളുടെ കണ്ണുകളെ പരിമിതപ്പെടുത്താൻ മാത്രം കഴിവുള്ള പെണ്ണുങ്ങള്, മാത്രമല്ല സമപ്രായക്കാര്, വടിവൊത്ത ശരീരം, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിന്റെ അവസ്ഥ. ഫജഅൽനാഹുന്ന അബ്കാറൻ ഉറുബൻ അത്റാബാ ലിഅസ്ഹാബിൽ യമീൻ. അസ്ഹാബുൽ യമീനിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചത്. അല്ലാഹു പറയുന്നു, സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ. ഇൻഷാ അല്ലാഹ് ആ ഭാഗം ഞാൻ പിന്നീട് വിശദീകരിക്കാം. അതിന്റെ മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞല്ലോ, സ്വർഗത്തിലെ ഈ ഇഹലോക തരുണികളുടെ പവർ ഒന്ന് മനസ്സിലാക്കണം. ഇത് എന്തിന്? നമ്മുടെ ഈ ഡിസ്ക് പുറത്തെത്തുന്നത് കൊണ്ട് നമ്മുടെ പെണ്ണുങ്ങളൊന്ന് കേൾക്കട്ടെ. കേട്ടാ പോരെ, അവർ നന്നാവാൻ തയ്യാറാവണം. ഇവിടെ എത്തിയാൽ അവർക്ക് പവറുണ്ട്, പക്ഷെ എത്തണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോവുകയാണ്. സ്വർഗത്തിൽ എത്തണമെങ്കിൽ ഒരു പെണ്ണ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നു. അതനുസരിച്ച് നമ്മുടെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നാളെ സ്വർഗത്തിൽ അവരോടൊപ്പം ഒരുമിക്കാം. ഉറപ്പാണ്. റസൂലുള്ളാഹി കൊടുത്ത ഓഫറാണ്. ആ ഓഫറുകൾ ഇൻഷാ അല്ലാഹ് പറയാൻ പോകുകയാണ്. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തങ്ങളോട് ഒരിക്കൽ ചോദിച്ചു. ഖാലത്ത് ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്ബിർനി അൻ ഖൗലില്ലാഹി തആല വഹൂറുൻ ഐൻ. സൂറത്തുൽ വാഖിഅ 22. സൂറത്തുൽ വാഖിഅ നമ്മൾ വിശദീകരിച്ചു പോന്നതാണ്. വഹൂറുൻ ഐൻ എന്ന് പറഞ്ഞ ആ പെണ്ണുങ്ങൾ ആരാണ്? അള്ളയാ പറഞ്ഞ വാക്കിന്റെ വ്യാഖ്യാനം എനിക്കൊന്ന് പറഞ്ഞു തരുമോ നബിയേ? ഉമ്മു സലമ ചോദിച്ചപ്പോൾ ഉമ്മു സലമയോട് പറഞ്ഞു, ഹൂർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബീദുൽ ഐനി, കണ്ണുകൾ വെളുത്ത, കൺതടാകം വിശാലമായ വെളുത്ത പെണ്ണുങ്ങൾ. ഹൂർ എന്ന് പറഞ്ഞാൽ ബീൽ എന്ന് പറഞ്ഞാൽ വെളുത്ത പെണ്ണുങ്ങൾ, നല്ല തിളക്കമുള്ള പെണ്ണുങ്ങൾ. ഐൻ എന്ന് പറഞ്ഞാൽ നിഖാമുൽ ഉയൂൻ. നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, കൺതടാകം വിശാലമായ, കൺതടാകം വിശാലമായ വെളുത്ത പെണ്ണുങ്ങള് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൂറുൻ ഐൻ എന്നതിന്റെ നേരെ അർത്ഥം പറഞ്ഞു കൊടുത്തതാ. അപ്പോ രണ്ടാമത് ഞാൻ ചോദിച്ചു, അഖ്ബിർനി അൻ ഖൗലിഹി കഅംസാലിൽ ലുഉലുൽ മക്നൂൻ. നബിയെ, അല്ലാഹ് ചിപ്പിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച മുത്തു പോലെ എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ഉദ്ദേശം എന്താ? ഖാല, നബിതങ്ങൾ പറഞ്ഞു. ദാ നബിതങ്ങൾ നേരിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. ഇത് തഫ്സീറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല തഫ്സീറായിരിക്കും. അള്ളാഹുവിന്റെ ഹബീബിന്റെ നാക്കിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് കേൾക്കുകയാണ് ഖുർആന്റെ വ്യാഖ്യാനം. എന്താണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം? നമ്മൾ പറഞ്ഞു, ചിപ്പിക്കകത്തുള്ള മുത്താരും തൊട്ടിട്ടുണ്ടാകൂല, നല്ല വൃത്തിയുണ്ടാകും. ദാ പറയുന്നു, സ്വഫാഉഹുന്ന സ്വഫാഉദ്ദുർരില്ലദീ ഫിൽ അസ്ദാഫ്, അവരുടെ വൃത്തി, അവരുടെ പരിശുദ്ധി. സ്വഫാഉദ്ദുർരില്ലദീ ഫിൽ അസ്ദാഫി, ചിപ്പിക്കകത്തുള്ള മുത്തിന്റെ പരിശുദ്ധിയാണ്. അല്ലദീ ലം തമസ്സഹുൽ ഐദി, മനുഷ്യകരങ്ങൾ തൊട്ട് അശുദ്ധമാക്കാത്ത. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യകരങ്ങൾ തൊട്ട് അശുദ്ധമാക്കാത്ത ചിപ്പിക്കകത്തുള്ള മുത്തുപോലെ പരിശുദ്ധമാണ് അവർ. അവരുടെ പരിശുദ്ധി അത്രയും തിളക്കമുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ അതിന്റെ വ്യാഖ്യാനമായി പറഞ്ഞു കൊടുത്തു. ഉമ്മു സലമ പറയാൻ ഞാൻ വിട്ടില്ല, വീണ്ടും ചോദിച്ചു. ഉമ്മു സലമ നീണ്ട ചോദ്യമാണ്. അഖ്ബിർനി അൻ ഖൗലിഹി ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, അവിടെ അതാ സുന്ദരികളായ നല്ല പെണ്ണുങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഖൈറാത്തുൻ ഹിസാൻ എന്താ നബിയെ അതിന്റെ തഫ്സീർ? സൂറത്തുർ റഹ്മാനിന്റെ 70-ാം വചനം. അപ്പൊ പറഞ്ഞു അതിന്റെ അർത്ഥം ഖൈറാത്തുൽ അഖ്ലാഖ്, സൽ സ്വഭാവിനികളായ പെണ്ണുങ്ങൾ. നല്ല സ്വഭാവമാണ് അവർക്ക്. നിങ്ങളെ ഈ ദുനിയാവിലെ രൂപമല്ല, സ്വർഗത്തിലെത്തുമ്പോൾ അവർക്ക് നല്ല സ്വഭാവമാണ്. ഹിസാനുൽ വുജൂഹ്, മാത്രമല്ല കാണാൻ നല്ല അഴകുള്ളവരാണ്. ഹുറുലിങ്ങളെ കുറിച്ചാണ് ആ പറഞ്ഞത്. ഹുറുലിങ്ങളെ കുറിച്ച് ഖുൽതു, ഞാൻ ചോദിച്ചു, അഖ്ബിർനി അൻ ഖൗലിഹി കഅന്നഹുന്ന ബൈദും മക്നൂൻ, തൊലിക്കകത്ത് സൂക്ഷിക്കപ്പെട്ട കോഴിമുട്ട വെള്ള പോലെയാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം സാഫാത്തിയിലെ 49-ാം വചനം. ഖാല, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. റിഖ്ഖതുഹുന്ന, നബി തങ്ങൾ പറഞ്ഞു ആ പറഞ്ഞതിന്റെ അർത്ഥം റിഖ്ഖതുഹുന്ന, അവരുടെ ശരീരത്തിന്റെ ഓമനത്വം.
അവരുടെ ശരീരത്തിന്റെ മാർദ്ധവം അത് കരിഖത്തിൽ ജിൽദി, തൊലിയെ പോലെ, ഒരു തൊലിയുടെ ഓമനത്വം പോലെയാണ്. അല്ലദീ റഅയ്തി ഫീ ദാഖിലിൽ ബൈളത്തി, മുട്ടക്കകത്ത് നീ കാണുന്ന, കോഴിമുട്ടക്കകത്ത് നീ കാണുന്ന ഒരു തൊലി, ആ തൊലിയിലെ അതിന്റെ മാർദ്ദവം പോലെയാണ്. അതുപോലെ മിനുസമാണ് മിമ്മാ യലിൽ ഖിശ്റ, മുകൾ തൊലിയോടടുക്കുന്ന, മുകൾ തൊലിയുടെ ചുവട്ടിൽ കോഴിമുട്ടക്കകത്ത് നീ കാണുന്നത്. പറഞ്ഞിട്ട് തിരിഞ്ഞില്ലെങ്കിൽ നബി തങ്ങൾ വിവരിച്ചു, വഹുവൽ ഖിർഖി, ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം കോഴിമുട്ടയുടെ വെള്ളയാണ്, ആ വെള്ളയുടെ മിനുസമാണ് അവരുടെ ശരീരത്തിന്. ഖുൽതു യാ റസൂലല്ലാഹ് അഖ്ബിർനി അൻ ഖൗലിഹി ഉറുബൻ അത്റാബാ ഫജഅൽനാഹുന്ന അബ്കാറൻ ഉറുബൻ അത്റാബാ എന്ന് പറഞ്ഞ വാക്കിന്റെ വിശദീകരണം ഒന്ന് പറഞ്ഞു തരണം. നബി തങ്ങൾ പറഞ്ഞു, ഹുന്നൽ ലവാതി ഖുബിദ്ന ഫീ ദാരിദ് ദുനിയ അജായിസ റുംസൻ ശുംതൻ ഖലഖഹുന്ന അല്ലാഹു തആല ബഅദൽ കിബർ ഫജഅലഹുന്ന അദാറാ ഉറുബൻ മുതഅശ്ശിഖാത്തിൻ മുഹബ്ബിബാത്തിൻ അത്റാബൻ അലാ മീലാദിൻ വാഹിദ് സദഖ റസൂലുള്ളാഹി. നമ്മൾ നേരത്തെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവര് പ്രായമായതിന്റെ ശേഷം നരച്ച്, അതുപോലെ തന്നെ കണ്ണിലൊക്കെ പീള നിറഞ്ഞ് വളരെ പ്രായാധിക്യത്തിലാണ് അവർ മരിച്ചത്. എന്നാൽ അവർ നാളെ വരുമ്പോൾ ഫജഅലഹുന്ന അദാറ, അള്ളാഹു അവരെ കന്യകകളാക്കും. ഉറുബൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിബിധങ്ങൾ വിശദീകരിച്ചു. മുതഅശ്ശിഖാത്തിൻ മുഹബ്ബിബാത്തിൻ, ഭർത്താക്കന്മാരെ നന്നായി സ്നേഹിക്കുന്നവർ. അത്രാബൻ എന്ന് പറഞ്ഞാൽ ഒരേ പ്രായക്കാർ. അലാ മീലാദിൻ വാഹിദ്. ഞാൻ ചോദിച്ചു, നബിയെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കാൻ, ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിക്കാൻ, നബിയെ ഹൂറുലീങ്ങളുടെ പവർ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ദുനിയാവിലെ പെണ്ണുങ്ങളെ പറ്റിയും പറഞ്ഞു. ദുനിയാവിലെ പെണ്ണുങ്ങളെ പറ്റി അള്ളാഹ് വർണ്ണിച്ചത് കേട്ടു നോക്കുമ്പോൾ നല്ല സുന്ദരമാണല്ലോ ആ അവസ്ഥ. നബിയെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താ ചോദ്യം? നിസാഉദ് ദുനിയ അഫ്ളലു അമിൽ ഹൂറുൽ ഐനു യാ റസൂലല്ലാഹ്. നബിയെ ഈ ദുനിയാവിലെ പെണ്ണുങ്ങളാണോ ശ്രേഷ്ഠർ, അതോ ഹൂറുലിങ്ങളാണോ? ഇതെനിക്ക് ചോദിക്കാനുള്ളതാണ്. ഇവിടെയാണ് നമ്മുടെ വിഷയം. ദുനിയാവിലെ പെണ്ണുങ്ങൾക്കാണോ ശ്രേഷ്ഠത, അതോ നബിയെ ഹൂറുലിങ്ങൾക്കാണോ? അത് ഇവിടുന്ന് പറഞ്ഞു തരണം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കാൻ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖാല, നബി പറഞ്ഞു, ബൽ നിസാഉദ് ദുനിയ അഫ്ളൽ. ആയിഷ, ഉമ്മു സലമ, ദുനിയാവിലെ പെണ്ണുങ്ങൾക്കാണ് എത്രയോ പവർ. മിനൽ ഹൂറില്ലീൻ, ഹൂറുലിങ്ങളെക്കാൾ പവർ ദുനിയാവിലെ പെണ്ണുങ്ങൾക്കാണ്. ആ പവർ, ആ അന്തരം ഏതുപോലെയാണെന്നറിയോ? അടിവസ്ത്രത്തെക്കാൾ മേൽവസ്ത്രത്തിനുള്ള പവർ പോലെയാണ് പറഞ്ഞത്. അടിവസ്ത്രം അതിഞ്ഞൊരൽപ്പം പൊട്ടിയിട്ടുണ്ടെങ്കിലും കീറിയിട്ടുണ്ടെങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യൂല. അത് കുറച്ച് പഴകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യൂല. ബനിയൻ ഒരു പക്ഷേ 1-2